ഹലോ ഡേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് ബുധനാഴ്ച ദിവസം. ഇന്ന് നമ്മുടെ HDFC ബാങ്കിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുന്ന വെയിറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു റിസൾട്ടാണ് റിലയൻസിന് ശേഷം HDFC ബാങ്ക്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 7 ലക്ഷം കോടിയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ വൈപ്പ് ഔട്ട് ആയിപ്പോയത്. ഭൂരിഭാഗം ട്രേഡേഴ്സ് ഇന്നലെ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് മാനേജ് ചെയ്യാൻ. വളരെ ശക്തമായിട്ട് സെൻസെക്സ് എല്ലാം തന്നെ 1000 പോയിന്റിലേറെ ഒരു ഇടിവ് രേഖപ്പെടുത്തി, വിത്തൗട്ട് എനി റീസൺ എന്ന് വേണം പറയാൻ. കാരണം മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇന്നലെ US മാർക്കറ്റൊക്കെ അതിശക്തമായ റാലി രേഖപ്പെടുത്തി കാണാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് 126 പോയിൻ്റ് റാലി, ഡോ ഏകദേശം 537 പോയിൻ്റ് റാലി, 1.5%. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 1,05,000 സംതിങ് ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡും ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $2,743 പെർ ഔൺസ്. ഗോൾഡും ബിറ്റ്കോയിനും ആഗോള മാർക്കറ്റും എല്ലാം തന്നെ ഒരുമിച്ച് മുന്നേറുന്ന വളരെയധികം റയറായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രം താഴോട്ട്. ഇൻഫോസിസ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇൻഫോസിസ് ഫ്ലാറ്റാണ്. എന്നാൽ വിപ്രോ 2.5% റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. HDFC ബാങ്ക് പോസിറ്റീവാണ്. എന്നാൽ ICICI ബാങ്ക് 1.5% ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ GDR റിലയൻസ് 3% ഇടിവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഗിഫ്റ്റ് നിഫ്റ്റിയിൽ മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഗിഫ്റ്റ് നിഫ്റ്റി സ്റ്റിൽ ഇത്രയധികം ഗ്ലോബൽ മാർക്കറ്റുകൾ പോസിറ്റീവായിട്ട് പോലും ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഫ്ലാറ്റായ രീതിയിലാണ്. അല്ലാതെ ചില സമയങ്ങളിൽ വലിയ സെൽ ഓഫ് കണ്ടതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റ് മുന്നേറുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി മുന്നേറി നമുക്ക് വലിയ ഗ്യാപ്പ് അപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ദിവസങ്ങളുണ്ട്. മോസ്റ്റ്ലി അങ്ങനെയാണ് സംഭവിക്കാറ്. അങ്ങനെയുള്ള ദിവസം അല്ല എന്നുള്ളത് കൂടുതൽ നമ്മളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ HDFC ബാങ്കിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. FIs ആശാന്മാർ ഇന്നലെയും കനത്ത സെല്ലിങ്ങിലായിരുന്നു. 5,920 കോടി രൂപയുടെ സെല്ലാണ് FIs നടത്തിയത്. അപ്പോൾ കഴിഞ്ഞ വർഷം 3 ലക്ഷം കോടിയും ഈ ഒരു മാസം മാത്രം ഏകദേശം ഒരു 55,000 കോടി, 55,000 കോടിയാണ് ഈ ഒരു മാസം മാത്രം ഇപ്പോൾ FIs സെല്ല് ചെയ്തിട്ടുള്ളത്. DIs ബൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ സെല്ലിങ്ങിൻ്റെ അത്രയൊന്നും DIsന് ബൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാണെങ്കിൽ, ടാറ്റ ടെക്നോളജി നെറ്റ് പ്രോഫിറ്റ് 1% ഡൗൺ ആയി. ഇന്ത്യ മാർട്ട് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 47% അപ്പായിട്ടുണ്ട്. GSW ഗ്രൂപ്പ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് 3 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ന്യൂലാൻഡ് ലബോറട്ടറി കമ്പനി ഇവർ ബോർഡ് ഡയറക്ടർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 342 കോടി രൂപയുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. CNDLM കമ്പനി നെറ്റ് പ്രോഫിറ്റ് 40% ഇടിവ്. ജന സ്മോൾ ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 17% ഇടിവ്. മനോരമ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 144% അപ്പ് ഉണ്ടായിട്ടുണ്ട്. ഡാൽമിയ ഭാരത് നെറ്റ് പ്രോഫിറ്റ് 75% ഇടിവ്. KE ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 4% അപ്പ്. സർവോ ടെക് റിന്യൂവബിൾ കമ്പനി 1 കോടി രൂപയിൽ നിന്ന് 8 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ICC പ്രൊഡൻഷ്യൽ നെറ്റ് പ്രോഫിറ്റ് 43% ഉയർന്നു. ഇന്ത്യ സിമൻറ്റ് അവർ നെറ്റ് ലോസ് വർദ്ധിപ്പിച്ച് 429 കോടി രൂപ ലോസ്. PNB ഹൗസിംഗ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 43% ഉയർന്നു. റൊസാരി ബയോടെക് നെറ്റ് പ്രോഫിറ്റ് 8% ഇടിഞ്ഞു. താൻല പ്ലാറ്റ്ഫോം നെറ്റ് പ്രോഫിറ്റ് 15% ഇടിഞ്ഞു. റെയിൽടെൽ കോർപ്പറേഷൻ 46 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. അപ്പോൾ Q3 റിസൾട്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ഇടിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഉള്ളത്. അങ്ങനെയുള്ള കമ്പനീസ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇന്നലെ നെറ്റ് പ്രോഫിറ്റ് വീക്കായ കമ്പനീസ് എല്ലാം തന്നെ 17%ഒക്കെയാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ടായിരിക്കാം ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വലിയൊരു ഉന്മേഷം ഇല്ലാത്തത്. കാത്തിരുന്ന് കാണാം ഗെയിം. വൈകിട്ട് 7 മണിക്ക് അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് എത്താം. താങ്ക് യു.